അധികം ഒന്നും ആരും മെൻഷൻ ചെയ്യപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം തന്നെ അത്രയും പ്രസിദ്ധി ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെ ഒരു പേരാണ് ദൃശ്യം ഫ്രാഞ്ചൈസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെയും സോങ്സിന്റെയും ഒക്കെ ഉറവിടമായ മ്യൂസിക് ഡയറക്ടർ അനിൽ ജോൺസൺ. ദൃശ്യം 3യുടെ വലിയ വിജയത്തിന് ശേഷം അദ്ദേഹം ഒരു അഭിമുഖത്തിന് വേണ്ടി മൂവി വേൾഡ് മീഡിയയോടൊപ്പം ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ദൃശ്യം 3 വലിയ വിജയമായിരിക്കുന്നു. ദൃശ്യത്തിന്റെ ആ ഒരു പാരമ്പര്യം കാത്തുസൂക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ തോന്നുന്നത് ഈ ഒരു മൊമെന്റില്? വളരെ ഹാപ്പിയാണ്. ടെൻഷനും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞത് ഇതിൻ്റെ സക്സസ് ഈ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോകാത്ത ഒരാളാണ് ഞാൻ. ആ. അപ്പോൾ ഇതെല്ലാം കണ്ട് റിവ്യൂസും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോകണം വെച്ചാൽ ആ ജെന്യൂൻ സാധനങ്ങൾ നമുക്കൊന്നൊന്ന് കേട്ട് കഴിഞ്ഞിട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ അതിന്റെ ഒരു ഒരു രീതി. ത്രില്ല്. ഇൻട്രോവേർട്ടാണ്. ഇൻട്രോട്ടാണ്, വളരെ ഇൻട്രോട്ടാണ്. ഈ അനിൽ ജോൺസൺ എന്നുള്ള പേര് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന് പുറകിലുള്ള ആളാരാണെന്ന് അറിയില്ല. സ്വയവും അങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിട്ട് കുറച്ച് പ്രൈവറ്റ് ആയിട്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതെ, അനോണിമിറ്റി ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറച്ചും കൂടെ റിയൽ ആയിരിക്കും നമുക്ക് കിട്ടുന്ന അഭിപ്രായങ്ങളൊക്കെ. ഇപ്പോൾ ചായ പിടിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഇപ്പം ഈ ദൃശ്യം റിലീസ് ചെയ്തതിന് ശേഷം തന്നെ നമ്മൾ ചായ പിടിക്കാൻ പോയിരിക്കുമ്പോൾ അവിടെ ആളുകൾ പറയുന്ന കമൻസ് കണ്ടവർ വന്നിട്ട് അവിടെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ അവിടെ നിന്നിട്ട് അതിൻ്റെ ക്ലൈമാക്സിൻ്റെ മ്യൂസിക് നല്ലതായിരുന്നു കേട്ടോ എന്നൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അത് ചിലർ ക്രിട്ടിസൈസ് ചെയ്യണവരുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, റോന്ത് ചെയ്തപ്പോൾ റോന്തിൻ്റെ ക്ലൈമാക്സിൽ അത് ഭയങ്കര ഈ പറഞ്ഞ ഭയങ്കര ഡാർക്കായി പോയി. എൻ്റെ ആ വയലിനൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം വരുന്നൊക്കെ. ഇതെല്ലാം നമ്മൾ ആസ്വദിക്കുകയാണ് ആക്ച്വലി. കാരണം ആളുകൾ വളരെ ജെന്യൂനായിട്ട് പറയുമ്പോൾ അത് നേരെ മറിച്ച് എന്നെ വ്യക്തിപരമായിട്ട് അറിയുകയോ അല്ലെങ്കിൽ എൻ്റെ ഇമേജ് അത്രയും പുറത്ത് ആൾക്ക് അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി അവരത് പറയൂല. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര രസമാണത് കേൾക്കാനായിട്ട്. ഈ ആളുകൾ ഇപ്പൊ ദൃശ്യത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ആണെന്ന് അറിയാതെ ഇപ്പൊ ദൃശ്യത്തിനെ പറ്റി സംസാരിക്കുകയോ അല്ലെങ്കിൽ അനിൽ ജോൺസനെ പറ്റി സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് അനിൽ ജോൺസൺ നേരിട്ട് കേൾക്കുന്നതിന് പക്ഷേ അനിൽ ജോൺസനെ തിരിച്ചറിയുന്നില്ല ആളുകൾ. അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളറിയും ബിബിൻ അശോക് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ. പുള്ളി ഇവിടെ ദൃശ്യം തൊട്ട് പുള്ളി എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ കല്യാണത്തിന് ഞങ്ങൾ വടകര പോയപ്പോൾ ബിജി ഞാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആളുകൾ ബിജിനെ എല്ലാവർക്കും പേഴ്സൺ അറിയാം. അപ്പോൾ അതുകൊണ്ട് ബിജിയുടെ പുറകെ ഇങ്ങനെ കുറേ ആളുകൾ കൂടി കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ബിജി പറഞ്ഞ് ഇവിടെ അനിൽ ജോൺസൺ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ മറ്റേ മെമ്മറീസൊക്കെ ചെയ്തപ്പോൾ ആളുകൾക്ക് പേരറിയാം, സിനിമകളും അറിയാം, ദൃശ്യം. ഇവരിവിടെ അന്വേഷിച്ചെടുക്കുക. എൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ പോകണം, അനിൽ ജോൺസൺ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ട്, പുള്ളി എവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ പോകും. അത് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ആക്ച്വലി. വളരെ പ്രൈവറ്റായിട്ട് നമ്മളിരിക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് അവരറിയുന്നില്ല, പക്ഷേ അവർക്ക് പേരറിയാം, പടങ്ങളറിയാം. അപ്പോൾ അതൊരു ഭയങ്കര രസമുള്ളൊരു എൻജോയ്മെൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. ഞാൻ കുറച്ചുകൂടി പേരുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റോക്ക് സ്റ്റാർ അനിരുദ്ധ് മ്യൂസിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് എംബ്ലം വരിക, അല്ലെങ്കിൽ യുവൻ മ്യൂസിക്കൽ, യുവൻ റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബ്രാൻഡിങ് വരിക, അങ്ങനെയൊക്കെയാണല്ലോ പലപ്പോഴും തമിഴ് സിനിമകളിലൊക്കെ വരുന്നത്. പക്ഷേ ആ രീതിയിലൊരു സ്റ്റാമ്പിങ്ങോ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതായിട്ട് കണ്ടിട്ടില്ല. അതെന്താ കാരണം? ഇപ്പോൾ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം വർക്കായിട്ടുള്ള ഒരു പടമാണ്, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ തീം സോങ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ബ്രാൻഡിങ് വേണ്ടാന്ന് തീരുമാനിച്ചേ? ഇതിനൊരു എനിക്ക് ഈ പടം കഴിഞ്ഞ സമയത്ത് ജിത്തുവിനും ഒരു മെയില് കെ ബാലേന്ദ്ര സാറിൻ്റെ തമിഴിൽ നിന്ന് കെ ബാലേന്ദ്ര സാറിൻ്റെ ഒരു മെയിൽ ഉണ്ടായിരുന്നു. ആളതിൻ്റെ അകത്ത് പറഞ്ഞൊരു സംഭവം എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഇഷ്ടപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഫിലിമിൽ വന്നതും അതിനാണ്. പുള്ളി പറഞ്ഞത് എനിക്ക് ഐ കുഡ് ഫീൽ എവറി ബിറ്റ് ഓഫ് മ്യൂസിക് ബട്ട് ഐ നെവർ ഹേർഡ് എനിത്തിങ് ദാറ്റ് എലിവേറ്റഡ് ദ ഫിലിം. അതായത് ആ കഥാപാത്രങ്ങൾ അഭിനയിക്കുമ്പോൾ ഈ മ്യൂസിക് അതിൻ്റെ അകത്ത് ബ്ലെൻഡിനായിട്ട് ഞാൻ ആ മ്യൂസിക് അല്ല കേൾക്കണം, ഞാൻ അവരുടെ ഇമോഷൻസാണ് കേൾക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്നെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ ഒരു ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. അപ്പം നമ്മൾ ആഗ്രഹിച്ചു അതാണ്. കാരണം സിനിമയുടെ മുകളിൽ മ്യൂസിക് കൊണ്ടതിനോട് ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം ഞാനും ആസ്വാദകൻ എന്നുള്ള നിലയിൽ സിനിമയുടെ ഒരു ഡയമെൻഷനാണ്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ്, ഒരു നല്ല ഡയറക്ഷൻ, നല്ല ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസസ്, ഇവർ ചെയ്ത് വെക്കുന്ന സാധനങ്ങൾക്കൊരു എലിവേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു തേർഡ് ഡയമെൻഷൻ എന്ന് പറയാം. ഇപ്പോൾ സിനിമ 2D ആണ്, അതിൻ്റെ മൂന്നാമത്തെ ഡയമെൻഷൻ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയാം സൗണ്ടാണ്. അത് മ്യൂസിക് മാത്രമല്ല, സൗണ്ട് ഡിസൈനും എല്ലാം കൂടിയാണത്. അതാണ് അതിൻ്റെ മൂന്നാമത്തെ പെർസ്പെക്റ്റീവ്. അപ്പോൾ അതിനെ മാത്രം എടുത്ത് കാണുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പേടിയാണത്. കാരണം ഇപ്പോൾ ചില സിനിമകളിൽ മ്യൂസിക് അടിപൊളിയാണെന്ന് എന്നോട് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം സിനിമയ്ക്ക് അത് ഗുണമല്ലേ എന്നുള്ളൊരു തോട്ട് വരാറുണ്ട്. അപ്പോൾ അതൊരു ഭയമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെയാണ് സിനിമേനെ നോക്കി കാണുന്നത്. കാരണം മ്യൂസിക് അതിനകത്ത് ബ്ലെൻഡ് ചെയ്യുക.
ഇപ്പോൾ ലാലേട്ടൻ്റെ പല പടങ്ങളിലും മ്യൂസിക്കിനെക്കാളും കൂടുതൽ നമ്മൾ ആ സിനിമ പുള്ളിയുടെ കഥാപാത്രവും പുള്ളി അഭിനയിച്ചങ്ങനെ ഇമോഷൻസൊക്കെ ചിലപ്പോൾ എലിവേറ്റ് ചെയ്യുന്ന കമ്പോസേഴ്സ് ആയിരിക്കും. പക്ഷേ നമ്മൾ ആ ഇവരുടെ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ കരിസ്മക്കകത്ത് നമ്മൾ നിൽക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സിനിമയ്ക്ക് ഒരു ജീവൻ കൊടുക്കുന്ന ഒരാളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ ഫ്രണ്ടിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അതങ്ങനെ നല്ല കാര്യമല്ലെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസമായിരിക്കും. ഇപ്പൊ ദൃശ്യം ഇറങ്ങിയ സമയത്ത് തന്നെ, ദൃശ്യം 1 ഇറങ്ങിയ സമയത്ത് തന്നെ ഇപ്പൊ 5 വയലിനും 5 വയോളയും വെച്ചിട്ട് പല ഏരിയകളിലും, അതായത് അത്രയും ചെറിയൊരു ക്രൂ വെച്ചിട്ടാണ് അതിൽ പല ഏരിയകളും അതിൽ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മ്യൂസിക്. സോ ദൃശ്യം ചെയ്യുന്ന സമയത്തും ഇതിന് വലിയൊരു സാധ്യത ഉണ്ടല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളൊക്കെ ഉണ്ട് ഫസ്റ്റിൽ തന്നെ. അപ്പം സാധാരണ നമ്മൾ ട്വിസ്റ്റുകളിലൊക്കെ ജൻ 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 ആ മ്യൂസിക്കൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതൊക്കെ മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി ബേസിക്കലി വയലിനെ ബേസിക്കലി ആശ്രയിക്കാം. ആ തോട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഇത് ആക്ച്വലി ഞാനും ജിത്തു കൂടി മെമ്മറീസ് തുടങ്ങിയപ്പോൾ ജിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞത് അല്ല, എനിക്ക് മ്യൂസിക്കിൻ്റെ മാസീവ്നെസ് അല്ല, എനിക്ക് മ്യൂസിക് ഇമോഷനായിട്ട് എനിക്ക് വേണം. അപ്പോൾ പുള്ളിയും അങ്ങനത്തെ ഒരു മ്യൂസീഷ്യനെ തപ്പി കിടക്കുകയായിരുന്നു പുള്ളി. അപ്പം ഞങ്ങളൊരു കഥ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യണ പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് എന്താ മനസ്സിലായി ഈ സിനിമയുടെ ടോട്ടൽ ഇമോഷൻ എന്താ മനസ്സിലായെന്ന് ചോദിച്ചിട്ട് ഒരു സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു തീമാക്കി കൊടുക്കും. ഇപ്പോൾ ദൃശ്യം കേട്ടപ്പോൾ എനിക്ക് ആ കഥ പുള്ളിയുടെ ഇപ്പം ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് തരും, ഞാൻ വായിക്കും. അത് കഴിഞ്ഞ് പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ ചെയ്യണ ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ മനസ്സിലായെന്നൊരു ട്യൂണാക്കി കൊടുക്കും. അതാണ് ആ ദൃശ്യത്തിന്റെ മോട്ടീവ്. അത് തന്നെ ആ മോട്ടീവ് അതാണ് ആദ്യം കൊടുത്തത്. അപ്പൊ പുള്ളി ചോദിച്ചത് എന്താന്ന് വെച്ച്, അപ്പൊ ഞാൻ പറഞ്ഞു സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഉള്ളി പിടിക്കുന്ന ഒരാൾക്ക് ഒരു മെലൻകളി എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥയാണത്. അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ വേണം, നിസ്സംഗത ഉണ്ടാവും. അപ്പോൾ ചില ലോങ് നോട്ട്സ് വേണം, ചില ഷോർട്ട് നോട്ട്സ് വേണം. അപ്പോൾ സന്തോഷത്തിൻ്റെ മ്യൂസിക് ചെയ്യാൻ പറ്റില്ല, സങ്കടത്തിൻ്റെ മ്യൂസിക് ചെയ്യാൻ പറ്റില്ല. കാരണം അയാളുടെ അകത്ത് ഉണ്ടാവുന്നൊരു ഇമോഷണൽ ടേമോയിൽ ഭയങ്കര വലുതാണ്. അപ്പോൾ ഇങ്ങനൊരു തീം ഉണ്ടാക്കിയപ്പോൾ അത് ജിത്തുന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ കേൾക്കുന്ന ആ ക്ലൈമാക്സ് തീം, അപ്പോൾ ഇതിനൊന്ന് എനിക്കൊന്ന് വലുതാക്കി കേൾപ്പിക്കാമെന്ന് ചോദിച്ചതാണ്. നിങ്ങൾ ദൃശ്യം 1 കാണുന്ന ഏറ്റവും ഫിനാലെ സ്കോർ അത് സിനിമയ്ക്ക് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ജോർജ് ഊട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ജോർജ് ഊട്ടി അങ്ങനെ തന്നെ ചെയ്തു വെച്ചേക്കണതാണ് കാണുന്നത്. അപ്പോൾ അവിടെ തൊട്ടാണ് ജോർജ് ഊട്ടിയുടെ ഇപ്പോൾ ഈ സിനിമ സെക്കൻഡ് വരുമ്പോഴും തേർഡ് വരുമ്പോഴും ജോർജ് ഊട്ടി ആ വ്യക്തി തന്നെയാണ്. ജോർജ് ഊട്ടി അതിൽ നിന്ന് മാറിയിട്ടില്ല. ആളുകൾക്കാണ് പുള്ളിയിൽ മാറ്റങ്ങൾ കാണുന്നതും തിയേറ്റർ മെറ്റീരിയലി മാറിയെങ്കിലും ആ കൊലപാതകം നടന്ന മൊമെൻറ്റിൽ അയാളുടെ ജീവിതത്തിലെ എല്ലാ സാധനങ്ങളും മാറി, ഐക്വേഷൻസ് എല്ലാം മാറി. അപ്പോൾ അവിടം തൊട്ട് നമ്മൾ കാണുന്നത് ഇയാളുടെ മനസ്സിലുള്ള എന്താണോ. ഇപ്പോൾ ദൃശ്യം 3 നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ പുള്ളി മറ്റേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പെട്ടെന്ന് മറന്നൊക്കെ പോകുന്നത്. അതൊക്കെ ഇയാളുടെ ഈ ഉള്ളിലുള്ള ഫിയറാണ്. അയാൾക്ക് സന്തോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സന്തോഷിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനത്തിന് വേണ്ടി ആദ്യമേ ചെയ്തു വെച്ചൊരു പരിപാടിയാണ്. ഇപ്പം നമുക്ക് പാർട്ടുണ്ടെന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് മനസ്സിലായ ജോർജ് ഊട്ടിയാണ്. കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോർജ് ഊട്ടി, നമ്മുടെ ചുറ്റുമുള്ള ജോർജ് ഊട്ടി എനിക്കാണ് കുട്ടികളുള്ള എല്ലാ അപ്പന്മാരിലൊരു ജോർജ് ഊട്ടി ഉണ്ട്. നമ്മുടെ മക്കൾ എന്ത് ചെയ്താലും